ഹായ് ഗൈസ്, നമ്മളുടെ +2 അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നിങ്ങൾ ഏത് PYQs എടുത്തു നോക്കിയാലും നമ്മളുടെ അനോവ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, അനോവ ടേബിൾ വരയ്ക്കാൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു നോക്കിക്കോ, നിങ്ങൾക്ക് ഷുവർ ആണ് ഇതെന്താണ് അനോവ ടേബിൾ ചോദിച്ചിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നാളത്തെ എക്സാമിനും എന്ത് ചോദിച്ചിരിക്കും? നമ്മളുടെ അനോവ ടേബിൾ ഷുവർ ആയിട്ടുള്ള ഒരു ഷോർട്ടാണ്. സോ ആ ഒരു ടേബിള് നമ്മൾ അടിപൊളിയായിട്ട് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ പോവാണ് കേട്ടോ. സോ എന്താണ് ഈ അനോവ ടേബിൾ, അനാലിസിസ് ഓഫ് വേരിയൻസ് അല്ലെങ്കിൽ അനോവ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്? ഇതുപോലെയാണ് അനോവ ടേബിൾ ഉണ്ടാവുക. അതായത് ആദ്യം ആരായിരിക്കും? സോഴ്സ് എഴുതും. സോഴ്സിൽ ആരൊക്കെ ഉണ്ടാവും? ബിറ്റ്വീൻ ദ സാമ്പിളും വിത്തിൻ ദ സാമ്പിളും ഉണ്ടാവും, താഴെ ടോട്ടലും ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കും കേട്ടോ. ഇനി ഇവിടെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ആദ്യം എന്ത് എഴുതണം? ഡിഗ്രി ഓഫ് ഫ്രീഡം എഴുതണം. DF എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. പിന്നെ അടുത്ത ആരാണ്? SS, സം ഓഫ് സ്ക്വയേഴ്സ്. ഇനി MSS, മീൻ സം ഓഫ് സ്ക്വയേഴ്സ്. ഇനി F വാല്യൂ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന F വാല്യൂ. ദെൻ F ആൽഫ എന്ന് പറയുന്നത് നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടെത്തുന്ന F വാല്യൂ. ഓക്കെ, യെസ്, സെറ്റ്. അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, ബിറ്റ്വീൻ ദ സാമ്പിളിന്റെ DF എന്ന് പറയുന്നത് K-1 ആണ്. ആൻഡ് വിത്തിൻ ദ സാമ്പിളിന്റെ DF എന്ന് പറയുന്നത് N-K ആണ്. അങ്ങനെയെങ്കിൽ ടോട്ടൽ എന്തായിരിക്കും? N-1 ആയിരിക്കും. ഇതിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവുക, N ആരാ K ആരാ എന്നുള്ളതാ. അതായത് ഇപ്പോ രണ്ട് മെഷീൻസ് ഉണ്ട്. ഓക്കെ, മെഷീൻസ് രണ്ടെണ്ണം ഉണ്ട്. ഒരു A എന്ന് പറയുന്ന മെഷീനും ഉണ്ട്, B എന്ന് പറയുന്ന മെഷീനും ഉണ്ട്. ഓക്കെ, ദെൻ A എന്ന് പറയുന്ന മെഷീനിൽ ആദ്യത്തെ പ്രാവശ്യം നോക്കിയപ്പം എന്താണ്? ഒരു 15 സെക്കൻഡ്സ് കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? അയാളുടെ ഒരു പ്രൊസീജിയർ ഫുൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിൽ ഫുൾ ചെയ്യുന്നുണ്ട് 15 സെക്കൻഡ് കൊണ്ട്. അടുത്ത പ്രാവശ്യം നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 14 സെക്കൻഡ് കൊണ്ടാണ് ആൾ ചെയ്യുന്നത്. അടുത്ത പ്രാവശ്യം നോക്കിയപ്പോൾ 13 സെക്കൻഡ് കൊണ്ടാണ്. ഇനി ബീന്റെ അളന്ന് നോക്കിയപ്പോൾ നമ്മളുടെ എന്താണ്? ആദ്യത്തെ പ്രാവശ്യം അയാൾ ചെയ്തത് 12 സെക്കൻഡ്, പിന്നത്തെ 13 ആയിരുന്നു, പിന്നെ 15 ആയിരുന്നു. അപ്പൊ ഇവിടെ എന്തുണ്ട്? മെഷീൻ എയും ബിയും ഉണ്ട്, അതിന്റെ ഒബ്സർവേഷൻസും ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ K എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മളുടെ മെഷീന്റെ എണ്ണ. രണ്ട് മെഷീൻസ് അല്ലേ ഉള്ളത്? 2 ആയിരിക്കും K എന്ന് പറയുന്നത്. ഇനി ഇവിടെ എത്ര ഒബ്സർവേഷൻ തന്നിട്ടുണ്ട്? 1 2 3 4 5 6 ഒബ്സർവേഷൻസ് ആണുള്ളത്. അങ്ങനെയെങ്കിൽ N = എന്താണ്? 6 ആയിരിക്കും. സിമ്പിൾ കാര്യം. സോ അതാണ്. ഇനി സം ഓഫ് സ്ക്വയേഴ്സ്. സം ഓഫ് സ്ക്വയേഴ്സിൽ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ സാമ്പിളും ഉണ്ടാവും, സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ സാമ്പിളും ഉണ്ടാവും. ഓക്കെ, ഇനി സം ഓഫ് സ്ക്വയേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ സാമ്പിളും മീൻ സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ സാമ്പിളും കാണാൻ പറ്റും. അതായത് നമ്മളുടെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ ദ സാമ്പിൾ ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇതിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണ്? K-1. അങ്ങനെയെങ്കിൽ K-1 ആയിരിക്കും. ഇനി മീൻ സം ഓഫ് സ്ക്വയേഴ്സ് വിത്തിൻ ദ സാമ്പിൾ എന്താണ്? SSW ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ്? N-K ആണ്. സിമ്പിൾ അല്ലേ കാണാൻ? അപ്പൊ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ നമുക്ക് സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. ഇനി F വാല്യൂ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? F വാല്യൂ എന്ന് പറയുന്നത് MSB/MSW ആണ്. ഓക്കെ, MSB/MSW ആണ്. ഇനി നമ്മൾ F വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് അതുപോലെ F ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? F ടേബിൾ ഉപയോഗിച്ചിട്ട് Fന്റെ ടേബിൾ വാല്യൂവും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ടേബിൾ വാല്യൂവും കണ്ടെത്തി. അങ്ങനെയെങ്കിൽ F ഗ്രേറ്റർ ദാൻ F ആൽഫ ആണെങ്കിൽ നമ്മൾ കണ്ടെത്തിയ വാല്യൂ നമ്മളുടെ ടേബിൾ വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ താഴെ എന്താ എഴുതേണ്ട അറിയോ? റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. എങ്ങനെയാണ് എഴുതേണ്ടത്? റിജക്ട് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ റിജക്ട് നൾ ഹൈപ്പോത്തസിസ്. ഒന്നും ആലോചിക്കാനില്ല. നിങ്ങളോട് ചോദിക്കുക ഇന്റർപ്രറ്റ് ദ റിസൾട്ട് എന്നാ പറയാ. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്. എങ്ങനെയാ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്? നമ്മൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഈ F വാല്യൂ കാണാം, F ആൽഫയും കാണാം. F ആൽഫ കാണുമ്പോൾ F ആൽഫ എന്ന് പറയും, F ആൽഫനേക്കാളും വലുതാണ് F വാല്യൂ എങ്കിൽ നമ്മൾ എന്ത് പറയണം? റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. നമ്മുടെ കാര്യം സെറ്റ്, വേറെ ഒന്നും ആലോചിക്കാനില്ല. റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. ഇനിയിപ്പോ ഇത് ചെറുതാണെങ്കിലോ നോക്ക്, F വാല്യൂവിനേക്കാളും ചെറുതാണ് എന്ത്? F വാല്യൂ എന്ന് പറയുന്നത് F ആൽഫനേക്കാളും ചെറുതാണെങ്കിൽ എക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, എക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ്. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയം എന്ന് പറയുന്നത് എങ്ങനെയാണ് F ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ F ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതായിരിക്കും. ഓക്കെ, അതായത് നിങ്ങളോട് എന്തായാലും ആൽഫ = 0.05 എന്നൊക്കെ തരും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിലെ ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിൽ ഇതാ F ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഇങ്ങനൊരു ടേബിൾ കാണാം. ആ ടേബിളിന്റെ മുകളിൽ ഉണ്ടാവും ആൽഫ 0.05 എന്ന്. ഓക്കെ, ആൽഫ 0.05 എന്ന് പറയുന്ന ഇങ്ങനൊരു ടേബിൾ കാണാം. ഓക്കെ, ഈ ടേബിൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യേണ്ടത്?
നമ്മളുടെ എഫ് കാൽക്കുലേറ്റഡ് വാല്യൂ അല്ല ടേബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇത് ഉപയോഗിച്ചാണ്. സോ ഇതിൽ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഈ എക്സാമ്പിളിൽ എന്താണ്, ഈ എക്സാമ്പിളിൽ നമ്മളുടെ ബിറ്റ്വീൻ ദ സാമ്പിളിന്റെയും വിത്തിൻ ദ സാമ്പിളിന്റെയും ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേക്കാം. ഇതിൽ എന്തായിരിക്കും ബിറ്റ്വീൻ ദ സാമ്പിളിന്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് k-1 ആണ് അല്ലെ. ഇവിടെ k എത്രയാണ് 2 ആണ് അല്ലെ, 2 ആണ്. അതായത് 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി ഇവിടെ n-k ആണ് അല്ലെ. n-k എന്ന് പറഞ്ഞാൽ ഇവിടെ n 6 ആണ്, k എന്ന് പറയുന്നത് 2 ആണ്. n 6 ആണ്, k എന്ന് പറയുന്നത് 2 ആണ്. അതായത് 6 - 2 എത്രയാടാ വരിക, 6 - 2 എന്ന് പറയുമ്പോൾ 4 ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാ എഫ് വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അറിയോ? എഫ് എന്ന് പറയുന്നത് ഈ 1നും 4നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് വാല്യൂ ആയിരിക്കും. അതായത് എവിടെ എടുക്കുക, 1 മുകളിൽ എടുക്കുക, ഓക്കെ, 4 ദാ ഇവിടെ എടുക്കുക. എന്നിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതെന്ന് പറയുന്ന ആരായിരിക്കും, 7.709 ആയിരിക്കും എന്താ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം മുകളിലും ആണ് എടുക്കേണ്ടത്. ദെൻ നമ്മളുടെ രണ്ടാമത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം വിത്തിൻ ദ സാമ്പിളിന്റെ എന്താ എടുക്കേണ്ടത്, വിത്തിൻ ദ സാമ്പിളിൻ്റെത് സൈഡിലും ആണ് എടുക്കേണ്ടത്. ഓക്കെ, അത് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ കൊണ്ടുപോകാൻ മറക്കരുത് കേട്ടോ, എന്തായാലും എടുക്കണേ. യെസ്, അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ നോക്ക്, ഇതുപോലെയൊക്കെ ആയിരിക്കും. നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് പോലെ കുറച്ചെണ്ണം തന്നിട്ടുണ്ടാവും, കുറച്ചെണ്ണം തന്നിട്ടുണ്ടാവില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ടുനോക്കുകയാണ്. അനോവ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാ പറഞ്ഞത്. എന്നിട്ട് എന്ത് ചെയ്യണം, ഇന്റർപ്രറ്റ് ദ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യാനും. സോ ഡിഗ്രി ഓഫ് ഫ്രീഡം ഒന്നിൻ്റെത് 5 ആണ്, ടോട്ടൽ 24 ആണെങ്കിൽ രണ്ടാമത്തേന്റെ എന്തായിരിക്കും? നോക്ക്, നമ്മളുടെ ഒന്നിൻ്റെത് 5 ആണ് ഡിഗ്രി ഓഫ് ഫ്രീഡം, ടോട്ടൽ 24 ആണ്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തേന്റെ എന്തായിരിക്കും? ഇത് ടോട്ടൽ കൂട്ടിയാൽ 24 ആണെങ്കിൽ 5ലേക്ക് എത്ര കൂട്ടണം? 24 ആവണമെങ്കിൽ 19 കൂട്ടണം. സിമ്പിൾ ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് നോക്ക്, ഇങ്ങനെ നോക്കി നോക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം ഫില്ല് ചെയ്യാത്തതുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ എന്താണ്, ഇങ്ങോട്ട് നോക്കാൻ പോവാണ്. ഇങ്ങോട്ട് നോക്കാൻ പോവാണ്. ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്താണ്, ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡവും തന്നിട്ടുണ്ട്. നോക്ക്, ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡവും തന്നിട്ടുണ്ട്. അതുപോലെ മീൻ സം ഓഫ് സ്ക്വയേഴ്സും. ഇതെന്തായിരിക്കും, ഇത് ബിറ്റ്വീൻ ദ സാമ്പിൾ ആണെങ്കിൽ ഇത് MSB ആയിരിക്കും അല്ലെ. ഇതെന്താണ്, ഇവിടെ കാണേണ്ടത് MSW ആണ്. നമുക്ക് അറിയുന്ന കാര്യം എന്താണ്, നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് MSB എന്ന് പറഞ്ഞാൽ എന്താടാ, MSB എന്ന് പറഞ്ഞാൽ SSB ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് അല്ലെ. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട്, SSB നമുക്ക് അറിയൂല, MSBയും തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ എന്താണ്, ഇതെന്ന് പറയുന്നത് SSB ആണ്, ഇതാരാണ്, SSW ആണ് അല്ലെ. ബിറ്റ്വീൻ ദ സാമ്പിളിന്റെ സം ഓഫ് സ്ക്വയേഴ്സ്, വിത്തിൻ ദ സാമ്പിളിന്റെ സം ഓഫ് സ്ക്വയേഴ്സ്. യെസ്, അങ്ങനെയെങ്കിൽ നോക്ക്, ഇവനും അറിയാം. ഇവിടെ ആരൊക്കെ അറിയാം, ഇവനെ അറിയാം, ഇവനെ അറിയാം. ആരെയാണ് കാണേണ്ടത്, ഇവനെയാണ് കാണേണ്ടത്. എന്ത് ചെയ്താൽ മതി, SSB എന്ന് പറഞ്ഞാൽ എന്തായിരിക്കടാ, ഇവൻ എങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, MSB ഇൻറ്റു DF ചെയ്താൽ മതി, MSB ഇൻറ്റു DF ചെയ്താൽ മതി. അതായത് ഇവിടെ എന്താണ്, MSB 12 ആണ്, DF എന്ന് പറഞ്ഞാൽ 5 ആണ്. 12 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ എത്രയാടാ വരിക, 12 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 60 ആയിരിക്കും എന്താ നമ്മളുടെ SSB എന്ന് പറയുന്നത്. സിമ്പിൾ. ഇനി ഇവിടെ എന്തായാലും ടോട്ടൽ വരിക 60 + 76. 60 + 76 എന്ന് പറയുമ്പോൾ 6ഉം 6ഉം 7ഉം 12 13 വരും അല്ലെ. നമ്മൾ സമ്മു എഴുതി വെച്ചു. ഇനി അടുത്ത നമുക്ക് കാണാനുള്ളത് MSW കാണാനുണ്ട്. സിമ്പിൾ കാര്യം, MSW കാണാൻ എങ്ങനെയാണ്, MSW എന്ന് പറയുന്നത് SSW ഡിവൈഡഡ് ബൈ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് അല്ലെ. SSW എന്ന് പറഞ്ഞാൽ ആരാ, 76 ആണ് SSW അല്ലെ. SSW 76 ആണ്. ഡിവൈഡഡ് ബൈ എത്രയാടാ, 19. യെസ്, 76 ഡിവൈഡഡ് ബൈ 19 ചെയ്ത് നോക്കാം. 76 എത്ര 19 ഉണ്ടാവും, 76 ഡിവൈഡഡ് ബൈ 19, 9 2 9 36 അല്ലെ. 4 9 എത്രയാണ്, 4 9 36, 6 3 ശിഷ്ടം 4 1 4 5 6 7. യെസ്, എത്രയാണ്, 4 ആണ് വരിക. MSW എന്ന് പറയുന്നത് 4 ആണ് വരിക. എത്രയാണ് ആൻസർ, 4 ആണ്. സിമ്പിൾ. ഇനി ഏതെങ്കിലും കാണാനുണ്ടോ, യെസ്, എഫ് വാല്യൂ കാണാനുണ്ട് അല്ലെ. എഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, MSB ബൈ MSW 12 ഡിവൈഡഡ് ബൈ 4 ആണ്, അതായത് 3 ആയിരിക്കും. ഇനി ഇവിടെ നോക്ക്, എഫ് എന്ന് പറയുന്നത് എന്താണ്, ലെസ് ദാൻ. ഈ എഫ് നമ്മളുടെ ടേബിൾ വാല്യൂ ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ടേബിൾ വാല്യൂവിനേക്കാളും ചെറുതാണ് ആര്, നമ്മളുടെ എഫ് വാല്യൂ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ എന്താണ്, നമ്മളുടെ ടേബിൾ വാല്യൂവിനേക്കാളും ചെറുതാണ്. അങ്ങനെയെങ്കിൽ റിസൾട്ട് എന്തായിരിക്കും, ഇന്റർപ്രറ്റ് ദ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, ലെസ് ദാൻ ആണെങ്കിൽ എന്താടാ, എക്സെപ്റ്റ് നൾ ഹൈപ്പോത്തസിസ്. താഴെ എന്താ എഴുതി വെക്കേണ്ടത്, എക്സെപ്റ്റ് ദി നൾ ഹൈപ്പോത്തസിസ്. സിമ്പിൾ.
അടിപൊളിയല്ലേ? അങ്ങനെയെങ്കിൽ ഇതാ നോക്ക്, ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. ഫോളോയിങ് ANOVA table obtained from the agricultural experiment conducted for comparing the effect of 3 fertilizers alpha equal to 0.05. Complete the ANOVA table and make your inference. അതായത് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഇതാ കുറെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞത്? ഇതിന്റെ എന്താണ്, നമ്മളുടെ ഇതിന്റെ ആരെ കണ്ടുപിടിക്കണം? ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. യെസ്, ടേബിൾ കംപ്ലീറ്റ് ചെയ്യാന് ഇവിടെ എന്തൊക്കെ ഉണ്ടടാ? നമ്മൾ ഇവിടെ ജസ്റ്റ് നോക്കിയാൽ ഇവിടെ ആദ്യം SS ആണ് തന്നത്, പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്, പിന്നെ MSS ആണ് തന്നത്. ഓക്കെ, ഇനി നമുക്ക് ആദ്യം നമുക്ക് നോക്ക്, ഇവനെ കാണാൻ പറ്റും. ഇവിടെ ആരാ വരുന്നത്? MSB ആണ്. ഇവിടെ ആരാണ്? MSW ആണ് അല്ലെ. ഇതാരാണ്? ഇത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്, ഇതും ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഇതാരാണ്? SSB ആണ്. ഇതാരാണ്? SSW ആണ്. ഇനി അടുത്തത് MSB കാണാൻ എന്ത് ചെയ്താൽ മതി? സിമ്പിൾ. MSB is equal to SSB by degree of freedom ആണ്. SSB by degree of freedom ആണ്. SSB എന്താണ്? 30 ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം 2 ആണ്. 30 by 2 എത്രയാടാ വരിക? 15 ആണ്. സിമ്പിൾ. MSB എന്ന് പറയുന്നത് 15. ഓക്കെ, ഇനി അടുത്ത നോക്കിയടാ, ഇനി ആരാടാ കാണാനുള്ളത്? നമ്മളുടെ ഈ ഒരു റോലാണെങ്കിൽ നമ്മളുടെ SSW കാണാനുണ്ട് അല്ലെ. പക്ഷെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്, MSW എന്ന് പറഞ്ഞാൽ എന്താണ്? SSW by degree of freedom ആണ്. നമുക്ക് ഇതിൽ ആരൊക്കെ അറിയാം? നമുക്ക് അറിയുന്ന കാര്യം MSW നമുക്ക് തന്നിട്ടുണ്ട്, ഡിഗ്രി ഓഫ് ഫ്രീഡം തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ SSW എന്ന് പറഞ്ഞാൽ എന്താടാ? MSW ഇൻറ്റു ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. MSW ഇവിടെ MSW എന്ന് പറയുന്നത് 7.5 ആണ് അല്ലെ. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 12 ആണ്. അപ്പൊ 7.5 ഇൻറ്റു 12 നമ്മൾ എന്ത് ചെയ്യുന്നു? 75 ഇൻറ്റു 12 കാണാം. 5 2 10, 14 15, 5 7 0 0. ഓക്കെ, എത്രയാ വരിക? 90 ആയിരിക്കും നമ്മളുടെ ആൻസർ. SSW എന്ന് പറയുന്നത് എത്രയാണ്? 90 ആണ്. അങ്ങനെയെങ്കിൽ 30 + 90 താഴെ ടോട്ടൽ എഴുതി കൂടെ എന്തോ പണിയുണ്ടോ? ഇല്ല, 120. ഇനി അടുത്തത് F വാല്യൂ എങ്ങനെയാ കാണാ? F വാല്യൂ എന്ന് പറയുന്നത് MSB by MSW, അതായത് 15 divided by 7.5 എത്രയാടാ വരിക? 2 ആയിരിക്കും എന്താ നമ്മളുടെ F വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി അടുത്ത് നമുക്ക് എന്താണ്? നമ്മളോട് മേക്ക് യുവർ ഇൻഫറൻസ് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആരെ കാണണം? ടേബിൾ വാല്യൂ നമുക്ക് കാണണം അല്ലെ. ടേബിൾ വാല്യൂ കണ്ടാലേ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ടേബിൾ വാല്യൂ എങ്ങനെയാ കണ്ടത്? നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇവിടെ ആരൊക്കെ തന്നിട്ടുണ്ട്? 2ഉം 12ഉം ആണ്. ആദ്യത്തതിന്റെ 2 ആണ്, രണ്ടാമത്തതിന്റെ 12 ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടത്? ഇവിടെ 2ഉം അടുത്ത എത്രയാണ്? 12ഉം ആണ്. അപ്പൊ 2 നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നു, 12 ഇങ്ങോട്ടും വരയ്ക്കുന്നു. 3.885 ആണ്. എത്രയാണ്? 3. യെസ്, F ആൽഫ എന്ന് പറയുന്നത് 3.885 ആണ്. പക്ഷെ ഇവിടെ നോക്ക്, നമ്മൾ കണ്ട F വാല്യൂ എന്താടാ? F ആൽഫനേക്കാളും ചെറുതാണ് അല്ലെ. F വാല്യൂ എന്ന് പറയുന്നത് F ആൽഫനേക്കാളും ചെറുതാണ്. ചെറുതാണെങ്കിൽ എന്തായിരിക്കും? എക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് അല്ലെ. എക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ANOVA ടേബിൾ തന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വെറുതെ ഒഴിവാക്കി വിടണ്ട. ഒരുപാട് പേർക്ക് ഇത് ഭയങ്കര ടഫാണ്, ഇതെന്തായാലും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതെന്തായാലും ഒഴിവാക്കി വിടരുത്. ചെറിയ കാര്യം നമുക്ക് പഠിക്കാനുള്ളൂ. ഇത്രമാത്രം ആലോചിച്ചാൽ മതി. നമ്മളുടെ MSB എന്ന് പറയുന്നത് എന്താണ്? SSB by degree of freedom. MSW എന്ന് പറയുന്നത് എന്താണ്? SSW by degree of freedom. അതുപോലെ F വാല്യൂ എങ്ങനെയാ കാണാ? MSB by MSW. ഇനി നമ്മളുടെ കാൽക്കുലേറ്റഡ് വാല്യൂ നമ്മളുടെ ടേബിൾ വാല്യൂവിനേക്കാളും ചെറുതാണ് എങ്കിൽ എന്തായിരിക്കും? അക്സെപ്റ്റ് ചെയ്യും. വലുതാണ് എങ്കിൽ എന്തായിരിക്കും? റിജക്റ്റ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.